എന്നാ ഉണ്ട് വിശേഷം? എന്നാ എടുക്കുമായിരുന്നു? നീ ഇന്നലെ എന്നാ വരാതിരുന്നത്? എൻ്റെ അമ്മൂമ്മയൊന്നും പറയണ്ട, ഞാൻ ഭയങ്കര മനപ്രയാസത്തിലായിരുന്നു. ആ തിരുവനന്തപുരത്തൊരു കൊച്ചിനെ രണ്ടാനച്ഛൻ കൊന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ഞാൻ അമ്മൂമ്മയോട് പറയരുതെന്ന് ഓർത്തോണ്ടാ ഇന്ന് വരാതിരുന്നു. അമ്മൂമ്മ അറിഞ്ഞുകൊണ്ട് പിന്നെ പറഞ്ഞെന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരാണോ അവിടെയൊക്കെ ഉള്ളത്? എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെ ആയ മനുഷ്യരെങ്ങനെ ജീവിക്കും? ഇനി ജീവിക്കാൻ പാടാ അമ്മൂമ്മേ. പിള്ളേരെ വളർത്താൻ തന്നെ പേടിയാ. മനുഷ്യരിങ്ങനെയുണ്ടോ? ഇങ്ങനെയുണ്ട് മനുഷ്യര്. രണ്ടാനച്ഛനാ. പക്ഷെ അവള് സ്വന്തം അമ്മയാ. ആ കൊച്ചിന്റെ അമ്മ ഇതെല്ലാം കൈ കെട്ടി നോക്കി നിന്നത്. അവളുടെ കൈ എന്താ പുല്ല് പറിക്കാൻ പോയോ? അവൾ ഇങ്ങനെ ചെയ്തത് എങ്ങനെ സഹിച്ചു? അവളൂടെ ഉണ്ടായിരുന്നു. അവളും കൂട്ടു നിന്നെന്ന്. അവൾക്ക് അവളുടെ രണ്ടാം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ കൊച്ചൊരു തടസ്സമാവുമെന്ന് പറഞ്ഞിട്ടാണ് ഈ കൊച്ചിനെ ഇത്രയൊക്കെ കാണിച്ചത്, കൊന്നത്. എനിക്ക് സങ്കടം, ഭയങ്കര വിഷമായി. 2 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. ഒന്നും കഴിക്കാൻ പോലും തോന്നുന്നില്ല. അതാ വരാതിരുന്നത് ഇന്നലെ. ഇങ്ങനെ മനുഷ്യരുണ്ടല്ലോ. ഈ പൊടി കുഞ്ഞിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ആ രണ്ടാനച്ഛനെയും തള്ളയും പിടിച്ചു. അവർക്ക് മാക്സിമം പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നടക്കുമോന്നറിയത്തില്ല. ഇതൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളതാ. കൊടുത്താ കൊടുത്തു. ഇത് കൊടുത്തില്ലെങ്കിൽ ഇനി ഇതുപോലെ സംഭവിക്കും. അപ്പോഴും ആൾക്കാർ സംസാരിക്കും കുറച്ച് നാള്. അത് കഴിഞ്ഞ് വീണ്ടും വിടും. അതുകൊണ്ടാണ് ഇതിനൊന്നും ഞാൻ പ്രതികരിക്കാതിരുന്നത്. എല്ലാവരും എന്നോട് ചോദിച്ചു, ഞാൻ അമ്മൂമ്മയോട് എന്നാ പറയാനാ? സ്വന്തം കുഞ്ഞിനെ നോക്കാത്തവരെ കൊണ്ട് രണ്ടാമത് കെട്ടിക്കരുത്. സ്വന്തം കുഞ്ഞിനെ കൂടെ നോക്കുന്നവരെ ആയിരിക്കണം. കഴിവതും രണ്ടാം കെട്ടാതിരിക്കുന്നത് നല്ലത്. അതാ എനിക്കും തോന്നുന്നത്. കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കരുത്. അങ്ങനെ ചെയ്തിട്ട് ഏത് അമ്പലത്തിൽ പോയി തൊഴുതാലും ഫലമില്ല. അതറിയാം. പക്ഷെ ഇവരോടൊക്കെ നമ്മൾ എന്നാ പറയാനാ? ഈ ഒരു സമയത്ത് ഏറ്റവും നല്ല ഒരു വാക്ക് പറയട്ടെ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതോർത്താ ജീവിക്കുന്നത്. അമ്മൂമ്മ, ഞാൻ ഇപ്പൊ ചൊല്ലിയ ശ്ലോകത്തിന്റെ അർത്ഥം പറയാവോ? ദുഷ്ടരെ ശിക്ഷിക്കാനും നല്ലവരെ രക്ഷിക്കാനും കൃഷ്ണൻ എല്ലാ യുഗത്തിലും അവതരിക്കും. ഇതേതാ യുഗം എന്നറിയാവോ? കലിയുഗം. കലിയുഗത്തിൽ കൃഷ്ണൻ ആരായിട്ട് അവതരിക്കുന്നത്? കൽക്കിയായിട്ട്. വരട്ടെ, എല്ലാത്തെയും കൊല്ലട്ടെ. എനിക്ക് മുഖ്യമന്ത്രി മോനോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ആ മരിച്ചുപോയ കുഞ്ഞിൻ്റെ നീതി കിട്ടണം. എനിക്കത് കണ്ടിട്ട് ചാകണം. പറയാം, ഞാൻ തീർച്ചയായിട്ടും ഇത് പറയാം കേട്ടോ.